ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങയും കുനാഫയും ക്രീം ചീസൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ്. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാമല്ലേ. അതിന് വേണ്ടി ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഫ്രഷ് കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ വേണം. 1 കപ്പ് വിപ്പിംഗ് ക്രീം, 4 ചീസ് ക്യൂബ്സ്, ഞാനിവിടെ കിരിയുടെ ചീസ് ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു 50 ഗ്രാമിൻ്റെ ബട്ടർ ബ്ലോക്ക്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി വേണം. ഇനി നമുക്ക് ഈ കുനാഫ ഡോയിൽ നിന്നും ഒരു 1/4 ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം പാടക്കൂടി ഇങ്ങനെ കൂടിക്കെട്ടിയിട്ട് ഉണ്ടാവുക. ഇത് നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ വിടർത്തിയിട്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല ഫൈൻ ആവുന്നത് വരെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് നമുക്കിത് നല്ലപോലെ വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക. ബട്ടറും കുനാഫയൊക്കെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുക. ഇതുപോലെ നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുക്കണം കേട്ടോ. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ക്രീമൊക്കെ വിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രവും ബീറ്ററും അതുപോലെ വിപ്പിംഗ് ക്രീമും നമ്മളൊരു മിനിമം 15 മിനിറ്റെങ്കിലും ഫ്രീസറിൽ വെച്ചൊന്ന് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ 4 കിരി ക്യൂബ്സും അതുപോലെ പഞ്ചസാരയും ചേർത്ത് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് നല്ല സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടാനുസരണം 1 ടേബിൾ സ്പൂണും കൂടി കൂട്ടാട്ടോ. കാരണം മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഈ 3 ടേബിൾ സ്പൂൺ ധാരാളമാവും. അല്ല മധുരം കുറവാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണും കൂടി വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാങ്ങ ഇതുപോലെ നല്ല ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന പീസിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു ഫോർക്ക് കൊണ്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീമും കുനാഫയും മാങ്ങയും ക്രഷും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം കുനാഫ ഇടാം. ഫസ്റ്റ് ലെയർ കുനാഫ ഇടാം. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് മാംഗോ ക്രഷ് ഇടാം. അതിന് മുകളിലേക്ക് നല്ലപോലെ കട്ട് ചെയ്ത മാങ്ങ ഇടാം. ശേഷം അതിന് മുകളിലേക്ക് ക്രീം ആഡ് ചെയ്യാം. ഗ്ലാസ് ടോപ്പ് കവറാവുന്നത് വരെ ക്രീം ആഡ് ചെയ്യാം. ഇത് നമുക്ക് പുഡിംഗ് ഗ്ലാസ്സിലും സെറ്റ് ചെയ്യാം, പുഡിംഗ് ബൗളിലും സെറ്റ് ചെയ്യാം, ചെറിയ ചെറിയ ഷോർട്ട് ഗ്ലാസ്സസിലൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുനാഫയും മാങ്ങയും പിസ്തയും വെച്ച് ഗാർണിഷ് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പം ജസ്റ്റ് ചുറ്റും കുറച്ച് കുനാഫ വെച്ചു, അതിന് നടുക്കായിട്ട് കുറച്ച് മാങ്ങയും കുറച്ച് പിസ്തയും വെച്ച് ഗാർണിഷ് ചെയ്തു. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ 5 ഗ്ലാസിൻ്റെ സെർവിങ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടാട്ടോ. പിന്നെ നമ്മൾ ചെറിയ ഷോർട്ട് ഗ്ലാസ്സസിലാണ് ഇത് സെർവ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 12 ഷോർട്ട് ഗ്ലാസ്സസിലേക്ക് നമുക്ക് ഈ ക്വാണ്ടിറ്റി പ്രകാരം ഉണ്ടാവും.
അങ്ങനെ ദാ നമ്മുടെ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ആ കുനാഫയുടെ ക്രഞ്ചും നല്ല മധുരമുള്ള മാങ്ങയും നല്ല ക്രീമി ലെയറൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റി പുഡിങ്ങാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.